ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പുസ്തകത്തില് രണ്ടാം പാർട്ടിലുള്ള പാർട്ട് 2 അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്നൊരു പാർട്ടാണ്. അപ്പൊ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അന്തരീക്ഷ മർദ്ദം, ആഗോള മർദ്ദ മേഖലകള്, ഈയിടെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകൾ തന്നെ പഠിക്കാം. അപ്പൊ ആദ്യം പഠിക്കുന്നത് ആഗോള മർദ്ദ മേഖലകളാണ്. ആഗോള മർദ്ദ മേഖലകൾ. അപ്പൊ ഏതൊക്കെയാണ് മർദ്ദ മേഖലകൾ എന്നും അതിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നും പ്രത്യേകം നോക്കാം. പിന്നെ ഷോർട്ട് നോട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആക്കാം. അതിന് previous-questions.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വ്യാപ്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖാ പ്രദേശം. എവിടെ മുതൽ എവിടം വരെയാണ്? 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെയാണ് വരുന്നത്. ഇനി വായുവിന്റെ തിരശ്ചീന ചലനം കുറവായതിനാൽ ഈ പ്രദേശം നിർവാത മേഖല കൂടിയാണ്. ഇവിടെയാണ് മർദ്ദം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്തതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എന്ന് വെച്ചാൽ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളായി സ്ഥിതി ചെയ്യുന്നവയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. അവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു, അതായത് മർദ്ദം കൂടുതലാണ്. ഇവിടെ കോറിയോലിസ് പ്രഭാവം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കോറിയോലിസ് പ്രഭാവം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, അത് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നവയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി ധ്രുവപ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റ് ചുഴറ്റി മാറ്റപ്പെടുന്നതിനാൽ ന്യൂനമർദ്ദ മേഖലയായി ഇത് മാറിയതാണ്. ഓക്കെ, അപ്പൊ കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി ധ്രുവപ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റ് ചുഴറ്റി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് അതൊരു ന്യൂനമർദ്ദ മേഖല. അടുത്തതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. തെക്കും വടക്കും ഉള്ള ധ്രുവ പ്രദേശങ്ങൾ എങ്ങനെയാണ്? ഉച്ചമർദ്ദ മേഖലകളാണ്. അവിടെ താപം കുറച്ചു മാത്രം ലഭിക്കുന്നു. ഇവിടുത്തെ വായു എങ്ങനെയായിരിക്കും? തണുത്തതായിരിക്കും. അടുത്തത് ആഗോള മർദ്ദ മേഖലകളുടെ സ്ഥാനമാറ്റമാണ്. അപ്പോൾ ഓരോ ദിവസവും സൂര്യന്റെ സ്ഥാനവും മർദ്ദ മേഖലകളുടെ സ്ഥാനമാറ്റവും നമുക്ക് പഠിക്കാം. അപ്പോൾ മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങളിൽ സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഈ മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റമൊന്നും ഇല്ല. മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യന്റെ സ്ഥാനം എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാറുണ്ട്, ഈ ഡേറ്റ് വന്നിട്ട് സൂര്യന്റെ സ്ഥാനം. അതുപോലെ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യന്റെ സ്ഥാനം. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യന്റെ സ്ഥാനം. അപ്പോ മർദ്ദമേഖലകൾക്ക് എന്ത് സംഭവിക്കുന്നു? 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. അതുപോലെ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യന്റെ സ്ഥാനം. അപ്പോൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് നീങ്ങുന്നു. ഏത്? മർദ്ദമേഖലകൾ. ഇനി പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് വിവിധ തരം കാറ്റുകൾ. ഈ തവണ കാറ്റുകളുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, മേഘങ്ങളെ പറ്റി ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ ഇതിൽ പഠിക്കാം. മഴയുണ്ടായിരുന്നു. അപ്പൊ വിവിധ തരം കാറ്റുകളുടെ പേരും വിവിധ 2 തരം പറയുന്നുണ്ട്. പിന്നെ വീശുന്ന ദിശ, മറ്റ് സവിശേഷതകൾ ഒക്കെ പറയുന്നതാണ്. അപ്പൊ ആദ്യം പഠിക്കുന്നത് സ്ഥിരവാദങ്ങളാണ്. സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് തന്നെ 2 എണ്ണം ഉണ്ട്. വാണിജ്യവാദം ഉണ്ട്, പശ്ചിമവാദം, അതുപോലെ ധ്രുവീയവാദം. അതിന്റെ വിവിധ തരങ്ങളാണ്, വിവിധ തരങ്ങൾ കേട്ടോ. നോക്കാം സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങളിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു സ്ഥിരവാദങ്ങളുണ്ട്, അത് കഴിഞ്ഞു വരുന്ന കാലികവാദങ്ങളാണ്. സ്ഥിരവാദങ്ങളിൽ ഒന്ന് വാണിജ്യവാദം എന്ന് പറയും. അടുത്തതാണ് എന്ത്? പശ്ചിമവാദം എന്ന് പറയുന്നത്. അടുത്തത് ധ്രുവീയവാദം. ഓരോന്നും നോക്കാം. ഇനി വാണിജ്യവാദം, അത് അങ്ങനെ ആ കാറ്റുകള് വീശുന്ന ദിശ
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുതൽ അവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അങ്ങോട്ടാണ് വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു ഡിഗ്രിയൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. മറ്റ് സവിശേഷതകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകൾ ഉണ്ടാക്കുന്നു, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകൾ. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്നു. അതാണ് സ്ഥിരവാതങ്ങൾ അതിന് പേര് പറയണമെന്ന്. വാദങ്ങൾ എന്നാണ് കേട്ടോ, സ്ഥിരവാദങ്ങൾ എന്ന് പേര് പറയാൻ കാരണം വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളായതുകൊണ്ടാണ്. ഇനി ഈ കാറ്റുകള് വൻകരകളുടെ കിഴക്ക് ഭാഗത്ത് മഴ പെയ്യിക്കുന്നു. അതുപോലെ മരുഭൂമികളുടെ രൂപീകരണത്തിനും കാരണമാകുന്നു, സഞ്ചാരികൾക്ക് സഹായമാവുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു, വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്നു, വൻകരകളുടെ കിഴക്കു ഭാഗത്ത് മഴ പെയ്യിക്കുന്നു. ഇനി അടുത്തതാണ് പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങൾ ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ചോദിച്ചിരുന്നു. ഏതാണ്? റോറിംഗ് ഫോർട്ടീസ് ചോദിച്ചിരുന്നു. അപ്പോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. ഉത്തരാർദ്ധഗോളത്തില് തെക്കു പടിഞ്ഞാറൻ കാറ്റുകളും ദക്ഷിണാർദ്ധഗോളത്തിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റുകളും. ഇതില് ദക്ഷിണാർദ്ധഗോളത്തിലാണ് അതിശക്തമായിട്ട് ഇത് വീശുന്നത്. റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയും. അതുപോലെ ഫ്യൂരിയസ് 50s, അതുപോലെ സ്ക്രീമിംഗ് 60s എന്നൊക്കെ പറയുന്നത് ഈ പശ്ചിമവാദങ്ങളാണ്. റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് 50s, സ്ക്രീമിംഗ് 60s. അടുത്തതാണ് ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത്. സ്ഥിരവാദങ്ങളിൽ തന്നെ അത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നവയാണ്. ഇത് ശൈത്യമേറിയതും അതിശക്തവുമാണ്. ഇവയുടെ മറ്റൊരു പേരാണ് പൂർവവാദങ്ങൾ. നമ്മൾ കുറച്ചു മുമ്പ് ഇവിടെ പശ്ചിമവാദങ്ങൾ പറഞ്ഞു, അതുപോലെ അടുത്തതാണ് എന്ത്? പൂർവവാദങ്ങൾ അല്ലെങ്കിൽ ധ്രുവീയ വാദങ്ങൾ. ഇനി അടുത്തതാണ് കാലിക വാദങ്ങൾ. അതായത് ആദ്യം പറഞ്ഞത് സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും ഇവിടെ കാണാവുന്നതാണ് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വീശുന്നത്. അപ്പോ ഈ കാലികവാദങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കടൽ എന്നിവ ചൂട് പിടിപ്പിക്കുമ്പോഴും തണുക്കുമ്പോഴും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന ആ കാറ്റാണ്. കരയും കടലും ചൂട് പിടിക്കുമ്പോഴും തണുക്കുമ്പോഴും ഉണ്ടാകുന്ന കാറ്റാണ് പ്രധാനമായിട്ട് ഈ കാലിക വാദങ്ങൾ എന്ന് പറയുന്നത്. അത് എവിടേക്കാണ്? ദക്ഷിണേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, ഓസ്ട്രേലിയ, പൂർവ്വ ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് വീശുന്നത്. ഇനി ഉത്തരാർദ്ധഗോളത്തിലെ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉത്തരാർദ്ധഗോളം ആലോചിക്കുക, ഉത്തരാർദ്ധഗോളത്തില് ന്യൂനമർദ്ദ മേഖലയിലേക്ക് ദക്ഷിണാർദ്ധഗോളത്തിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, എപ്പോഴും മർദ്ദം കൂടുതലുള്ളിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്കാണല്ലോ വീശുന്നത്, അങ്ങനെയാണ് വീശുന്നത്. ഈ ഒരു കാര്യങ്ങളെ ഈ ഉത്തരാർദ്ധഗോളത്തിലെ ന്യൂനമർദ്ദം, ദക്ഷിണാർദ്ധഗോളത്തിലെ ഉച്ചമർദ്ദം, അപ്പൊ അങ്ങനെയൊന്നും അധികം കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അപ്പോ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞല്ലോ, റോറിംഗ് ഫോർട്ടീസ്, അതുപോലെ ഇവിടെ കാണുക ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശക്തമായ മഴയ്ക്ക് കാരണം, ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശക്തമായ മഴ ഏതാണ്? ഇടവപ്പാതി. അപ്പൊ അതിന് കാരണമായ കാറ്റുകൾ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ ഇത് ഒന്ന് കാലിക വാദമാണ്. അടുത്തതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ അതിന്റെ ദിശ എങ്ങനെയായിരിക്കും? വടക്ക് കിഴക്ക് ദിശയായിരിക്കും. അപ്പോ ദക്ഷിണാർദ്ധഗോളത്തിലെ ഇവിടെ നോക്കുക ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉത്തരാർദ്ധഗോളത്തിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വീശുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി വടക്ക് കിഴക്ക് എന്നാണല്ലോ. വൻകരകളുടെ കിഴക്ക് ഭാഗത്ത് മഴ പെയ്യിക്കുന്നു, അതാണ് തുലാവർഷം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതാണ് കേട്ടോ. വടക്ക് കിഴക്കൻ മൺസൂൺ വരുമ്പോൾ ഏതാണ്? തുലാവർഷം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വരുമ്പോൾ ഇടവപ്പാതി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ മഴയ്ക്ക് കാരണം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അടുത്തത് കരക്കാറ്റ്. കരക്കാറ്റ് എന്ന് വെച്ചാൽ
കരയിൽ നിന്ന് കടലിലേക്ക്. രാത്രികാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നു. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കണം, കരക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്? കരക്കാറ്റ് എന്ന് പറയുന്നത് രാത്രിയിലാണ്. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നു. അതുപോലെ കടൽ കാറ്റ്, അപ്പൊ നമുക്കറിയാം പകല് കര ചൂട് പിടിച്ചിട്ട് രാത്രി തണുക്കും. അപ്പോഴാണ് ഈ ഒരു രാത്രി കാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത്. കടൽ കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലേക്ക്, പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നതാണ് കടൽ കാറ്റ്. ഇനി അടുത്തതാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥിരവാദങ്ങൾ അത് ഏതൊക്കെയാണ്? ചക്രവാതം, പിന്നെ പ്രതിചക്രവാതം. ചക്രവാതവും പ്രതിചക്രവാതവും. ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിൽ. എതിർ ഘടികാര ദിശ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ചക്രവാതം വരുന്നത്. അപ്പോ അന്തരീക്ഷത്തിലെ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും വീശുന്ന കാറ്റാണിത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുവാണ് പ്രതിചക്രവാതം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും വരും, നേരെ ഓപ്പോസിറ്റ് വരും. ഇത് ഏതൊക്കെയാണ്? അസ്ഥിരവാദങ്ങളാണ് ഈ ചക്രവാതവും പ്രതിചക്രവാതവും. അപ്പോ അന്തരീക്ഷത്തിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് ഏത്? പ്രതിചക്രവാതം എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രാദേശികവാദം. എന്താണ് പ്രാദേശികവാദം എന്ന് വെച്ചാൽ? ഒരു പ്രദേശത്തെ വായു അസന്തുലിതമായി ചൂട് പിടിക്കുമ്പോഴും തണുക്കുമ്പോഴും, അതായത് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ, ആ ഒരു എന്താ പറയാ, ഒരു കൺട്രോൾ ഇല്ലാതെ ഒരു പ്രദേശത്തെ വായു അങ്ങനെ ചൂട് പിടിക്കുന്നു, തണുക്കുന്നു, ആ പ്രദേശത്തെ മാത്രം. അപ്പോഴുണ്ടാകുന്ന പലതരം കാറ്റുകളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തേത് നമുക്ക് പഠിക്കാം, ലൂ. എന്താണ് ലൂ? ഈ ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉത്തര മഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയില് ഉത്തര മഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ എന്ന് പറയുന്നത്. അടുത്തതാണ് ചിനൂക്ക്. ചിനൂക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? അതും വരണ്ട ഉഷ്ണക്കാറ്റ് തന്നെയാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയുടെ കിഴക്കേ ചെരുവിൽ വീശുന്നതാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് മിസ്ട്രൽ. യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ തെക്കേ ചെരുവിൽ വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫോൻ എന്ന് പറയുന്ന ഫോൻ. ഫോൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാലി വളർത്തലിന് സഹായമാവുന്നത് അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? ഫോൻ കാറ്റാണ്. ഇനി കുറച്ച് ടേമുകളാണ്. ഒന്ന് പൂരിതാംഗം. പൂരിതാംഗം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് ഒരു നിശ്ചിത അളവില് എത്രമാത്രം നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയും. ഒരു നിശ്ചിത താപനിലയിൽ വായുവിന് എത്രമാത്രം നീരാവിയെ മാക്സിമം അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് പൂരിതാംഗം. അടുത്തതാണ് ഹിമാങ്കം. ഹിമാങ്കം എന്ന് വെച്ചാൽ വായു നീരാവിയാൽ പൂരിതമാക്കപ്പെടുമ്പോഴുള്ള താപനില. അതായത് നീരാവി കൊണ്ട് എത്രമാത്രം നീരാവി അതിൽ നിറയാൻ പറ്റുമോ അത്രയും കഴിയുമ്പോഴുള്ള താപനിലയാണ് എന്ത്? ഹിമാങ്കം. അടുത്തത് ഖനീകരണം. ഖനീകരണം എന്ന് വെച്ചാൽ ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി വീണ്ടും ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഖനീകരണം. ഈ ഖനീകരണത്തിന്റെ വിവിധ രൂപങ്ങളുണ്ട്, അതും കൂടി നമുക്ക് പഠിക്കണം. കാരണം ഈ ഒരു മേഘങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഒന്ന് തുഷാരം. എന്താണ് തുഷാരം? അതായത് നീരാവി പൂരിത വായു, അതായത് നീരാവി നിറഞ്ഞ വായു എന്നാണ് ഉദ്ദേശിക്കുന്നത്. തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് അവിടങ്ങളിൽ രൂപപ്പെടുന്ന ജലകണങ്ങളാണ് എന്ത്? തുഷാരം. ഇനി നേർത്ത മൂടൽ മഞ്ഞ. ഭൂമിക്ക് മുകളിൽ നീരാവി ഘനീഭവിച്ച് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നാൽ അത് നേർത്ത മൂടൽ മഞ്ഞാണ്. ഇനി മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ജലാശയത്തിന് മുകളിൽ രൂപം കൊള്ളുന്ന മഞ്ഞാണ്. അപ്പൊ ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് മേഘങ്ങൾ. ചൂട് പിടിച്ചുയർന്നു പൊങ്ങുന്ന നീരാവി
ചൂട് പിടിച്ചുയർന്നു പൊങ്ങുന്ന നീരാവി പൂരിത വായു, അതായത് നീരാവി നിറഞ്ഞ ആ വായു തണുത്ത്, നമ്മൾ ആദ്യം പറഞ്ഞു തണുക്കുന്ന ആ ഒരു ഇതാണ് ഹിമാങ്കം എന്ന് പറഞ്ഞല്ലോ, ആ ഹിമാങ്കത്തിന് താഴെയാകുമ്പോൾ, തണുക്കുന്ന എന്നല്ല നമ്മൾ പറഞ്ഞ ഹിമാങ്കം എന്ന് പറയുന്നത് പറഞ്ഞു, വായു നീരാവിയാൽ നിറഞ്ഞു കഴിയുമ്പോൾ, മാക്സിമം സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ ആണ് ഹിമാങ്കം. അപ്പോ നീരാവി നിറഞ്ഞ വായു തണുത്ത് ആ ഹിമാങ്കത്തിനും താഴെയാകുമ്പോൾ അത് ഘനീഭവിച്ച് എന്തായി മാറുന്നു? മേഘങ്ങളായി മാറുന്നു. അപ്പൊ നീരാവി പൂരിതമായ വായു തണുത്താണ് എന്താകുന്നത്? മേഘങ്ങളായി മാറുന്നത്. പ്രധാനപ്പെട്ട മേഘങ്ങൾ, ഇതിന്റെ ചോദ്യം ഈ ഒരു PDF-ൽ നിന്ന് തന്നെ എത്ര ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കൂ. അപ്പോ ആദ്യത്തെ പറയുന്ന മേഘം സിറസ് മേഘങ്ങളാണ്. എന്താണ്? വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ ഉള്ളത്. സിറസ് മേഘങ്ങൾ വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ ഉള്ളത്. അടുത്തതാണ് നിംബസ് മേഘങ്ങൾ. ചാരനിറത്തിലോ കറുപ്പു നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങൾ. ചാരനിറത്തിലോ കറുപ്പു നിറത്തിലോ കാണപ്പെടുന്നതാണ് ഏത്? നിംബസ് എന്ന് പറയുന്നത്, മഴമേഘങ്ങൾ. അപ്പോ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മഴമേഘങ്ങൾ എന്നും ചോദിക്കും. അടുത്തതാണ് ക്യൂമുലസ് മേഘങ്ങൾ. ഇത് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നവയാണ്. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറമുള്ള കൂനകൾ പോലെയുള്ളതാണ്. അപ്പൊ ഇത് ഈ എക്സാമിന് ചോദിച്ചിരുന്നു, ഏതാണ് ക്യൂമുലസ് മേഘങ്ങൾ? ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലെയാണ് ക്യൂമുലസ് മേഘങ്ങൾ. അടുത്തതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്നു. തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്നവയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് വിവിധ തരം മഴകൾ. അപ്പൊ ഇതിൽ നിന്ന് ഈ മഴയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു VEO ഒക്ടോബർ 26 എക്സാമിന് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സംവഹന വൃഷ്ടി എന്ന മഴ പഠിക്കാം. സംവഹന വൃഷ്ടി അതായത് ചൂട് പിടിച്ച വായു അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഘനീഭവിച്ച് മഴയായി പെയ്യുന്നു. ഇടിമിന്നലോട് കൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയാണ് ഈ സംവഹന വൃഷ്ടി, അതായത് ഉച്ചലിത വൃഷ്ടി. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു. ഇടിമിന്നലോട് കൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഉച്ചലിത വൃഷ്ടി. കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണിത്. ശൈലവൃഷ്ടിയാണ് അടുത്തത്. എന്താണ്? കടലിൽ നിന്നും നീരാവി പൂരിതമായ വായു പർവ്വതത്തിൽ തട്ടി ഉയർന്നു പൊങ്ങി ഘനീഭവിച്ച്. കടലിൽ നിന്ന് നീരാവി പൂരിതമായ ഒന്നാണ് കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞ ചൂട് പിടിച്ച വായു എന്ന് പറഞ്ഞു. ഇവിടെ കടലിൽ നിന്നുള്ള നീരാവി പൂരിതമായ വായു പർവ്വതത്തിൽ തട്ടി ഉയർന്നു പൊങ്ങി ഘനീഭവിച്ച് പർവ്വത ചെരിവിൽ, അതാണ് ശൈലം എന്ന് വെച്ചാൽ പർവ്വതം എന്നാണ്, പർവ്വത ചെരിവിൽ മഴയായി പെയ്യുന്നു. അതാണ് ശൈലവൃഷ്ടി. പർവ്വതത്തിന്റെ എതിർഭാഗത്ത് പക്ഷേ മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അതെന്തായിരിക്കും? മഴ നിഴൽ പ്രദേശമായിരിക്കും. അടുത്ത വൃഷ്ടിയാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ചക്രവാതം നമ്മൾ ആദ്യം പറഞ്ഞു. ചക്രവാതത്തിന്റെ മധ്യഭാഗത്ത് ഉഷ്ണവായുവും ശീതവായുവും കൂട്ടിമുട്ടി ശീതവായുവിലുള്ള നീരാവി ഘനീഭവിച്ചു പെയ്യുന്ന മഴയാണ് എന്ത്? ചക്രവാത വൃഷ്ടി. അപ്പൊ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. previous-questions.in എന്ന ബ്ലോഗിൽ ഡൗൺലോഡ്സിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.